ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഡിസംബർ 22 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡൻ്റായിട്ട് നിയമിതനായത് ആരാണ്? അത് പ്രീതി ലോബാനയാണ്. ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡൻ്റ് ആയിട്ട് നിയമിതനായത് പ്രീതി ലോബാന. അടുത്ത ചോദ്യം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ വ്യക്തി ആരാണ്? കെ ജയകുമാറാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ വ്യക്തി കെ ജയകുമാർ. അടുത്ത ചോദ്യം, 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്ഥലം ഏതാണ്? അത് ന്യൂഡൽഹിയിലാണ്. 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്ഥലം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ദേശീയ ഗണിത ശാസ്ത്ര ദിനം ഡിസംബർ 22 ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം, 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഫിലിം അവാർഡിൽ ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ അവാർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ സിനിമ. 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഫിലിം അവാർഡിൽ ട്രാൻസ്ഫോമിംഗ് സൊസൈറ്റി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ അവാർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ സിനിമയാണ് ദി കംഭയ സ്റ്റോറി. അടുത്ത ചോദ്യം, സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഓൺലൈൻ പരാതി സ്വീകരിക്കുന്ന പദ്ധതി ഏതാണ്? സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഓൺലൈൻ പരാതി സ്വീകരിക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. പരാതി നൽകേണ്ട സ്മാർട്ട് ഫോൺ ആപ്പാണ് വി മീറ്റ് എന്നുള്ള ആപ്ലിക്കേഷനുണ്ട്. അതുവഴി നമുക്ക് പരാതി നൽകാൻ പറ്റും. അടുത്ത ചോദ്യം, 2024 നടന്ന അണ്ടർ 19 വനിതാ ഏഷ്യ കപ്പിൽ കിരീടം നേടിയത് ടീം ഇന്ത്യയാണ്. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. വേദി മലേഷ്യയിലെ കോലാലംപൂരിലായിരുന്നു. അടുത്ത ചോദ്യം, 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയിലായിരുന്നേ. 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയിലാണ്. ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ 12ാമത് പതിപ്പാണ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. 2024 വേദിയായത് ജപ്പാനിലെ കോബയിലായിരുന്നു. താങ്ക് യു.